بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്കേവർക്കും ഉപകാരപ്രദമായ ധാരാളം ഹസനാത്തുകളുള്ള സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പഠന ക്ലാസ് നമുക്കറിയാവുന്നതുപോലെ ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ വിശദീകരണമാണ്. അഥവാ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് 10 ഹദീസുകൾ അതിൻ്റെ ഇസ്നാദോടെ പരമ്പരയോടെ പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ് ഈ പഠന ക്ലാസ്. ഖുർആൻ വ്യാഖ്യാന ക്ലാസ് അഥവാ തഫ്സീറിന്റെ ക്ലാസ് ആയിരുന്നു ഇതിനു മുമ്പ് നമ്മൾ എടുത്തിരുന്നത്. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്ന് സൂറത്തുൽ മുൽക്കിന്റെ വിശദീകരണം നമ്മൾ പൂർത്തിയാക്കിയതിന്റെ ശേഷമാണ് അലൈക്കുമുസ്സലാം സഹീഹുൽ ബുഖാരിയുടെ ശർഹ് ആരംഭിച്ചത്. അതിന്റെ ക്രമം, അതിന്റെ രൂപം എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഹദീസ് വിശദീകരിച്ചു. ഒന്നാമത്തെ ഹദീസ് ഉദ്ദേശിച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസല്ല, മറിച്ച് നമ്മുടെ ഈ ക്ലാസിന്റെ ഒന്നാമത്തെ ഹദീസ്. സഹീഹുൽ ബുഖാരിയിലെ എത്രാമത്തെ ഹദീസാണ്, എത്രാമത്തെ അധ്യായമാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കാരണം ആദ്യ ക്ലാസ്സുകളിൽ സഹീഹുൽ ബുഖാരിയുടെ സംബന്ധിച്ചുള്ള വിശദീകരണം, എന്താണ് സഹീഹുൽ ബുഖാരി, അതിന്റെ സ്ഥാനം, അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി സംബന്ധിച്ചും ബുഖാരിയുടെ വിശദീകരണങ്ങൾ ഷർഹുകളായ ചില ഗ്രന്ഥങ്ങൾ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അവയിൽ ഏറ്റവും അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് രചിച്ച ഫത്ഹുൽ ബാരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കിതാബുൽ ഈമാൻ. ഇതാണ് പ്രധാന അധ്യായം, കിതാബുൽ ഈമാൻ. സഹീഹുൽ ബുഖാരി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിക്കപ്പെട്ടത്, അതിന്റെ ക്രമം എങ്ങനെയാണ്? കിതാബുകളുടെയും അബുവാബുകളുടെയും അടിസ്ഥാനത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. കിതാബുകൾ എന്ന് പറയുമ്പോൾ വലിയ അധ്യായം, അതിന്റെ കീഴിൽ വരുന്ന ചെറിയ അധ്യായങ്ങൾക്കാണ് അബുവാബുകൾ എന്ന് പറയുക. ഇനി അബുവാബുകളുടെ കീഴിൽ വല്ല അധ്യായം ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? എന്താണ്? ഫസ്ല്. അതിന്റെ ബഹുവചനമാണ് ഫുസൂൽ. കിതാബ് കുതുബ്, ബാബ് അബുവാബ്, ഫസ്ല് ഫുസൂൽ. ഇതെല്ലാം അധ്യായങ്ങളുടെ പേരുകളാണ്. കിതാബുൽ ഈമാൻ എത്രാമത്തെ അധ്യായമാണ്, എത്രാമത്തെ കിതാബാണ്? സഹീഹ് ബുഖാരിയിലെ 2ാമത്തെ കിതാബാണ്. ആദ്യത്തെ കിതാബ് എന്താണ്? കിതാബു ബദ്ഇൽ വഹി, വഹിന്റെ ആരംഭം, അതാണ് ആദ്യത്തെ കിതാബ്. 2ാമത്തെ കിതാബ് എന്താണ്? വിശ്വാസം. അതിലെ 9ാമത്തെ ബാബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ്? ബാബു ഹലാവത്തിൽ ഈമാൻ, ഈമാനിന്റെ ഹലാവ, ഈമാനിന്റെ മധുരം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സഹീഹുൽ ബുഖാരിയിലെ 16ാമത്തെ ഹദീസാണ് നമ്മൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇതിന്റെ വിശദീകരണങ്ങൾ പഠിച്ചു. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 ഗുണങ്ങൾ ആരിൽ ഉണ്ടായോ അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചു. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റുള്ളവരെക്കാൾ
അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഒരാള് എങ്ങനെയാണോ നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് എറിയപ്പെടുന്നത് വെറുക്കുന്നത്, അതേപോലെ തന്നെ കുഫ്രിലേക്ക് മടങ്ങുന്നത്, കുഫ്രിൽ സ്ഥിരമാകുന്നത് അത്രയ്ക്കും വെറുക്കുന്നു. ഈ 3 ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ, ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചു എന്ന ഹദീസിന്റെ വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇന്ന് നമ്മൾ കിതാബുൽ ഈമാനിലെ 12ാമത്തെ അധ്യായം ആണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സഹീഹ് ബുഖാരിയിലെ 18ാമത്തെ ഹദീസ്. 18ാമത്തെ ഹദീസാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വായിക്കുക ഒരുമിച്ച്. കിതാബുൽ ഈമാൻ ബാബുൻ മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ. ബാബ് എന്ന് പറയുമ്പോൾ ബാബ് കൊണ്ടാണ് അധ്യായങ്ങൾ തുടങ്ങുന്നത്. അത് എപ്രകാരം വായിക്കാം? ഒന്നുകിൽ ബാബ് സുക്കൂൻ കൊണ്ട് നിർത്തിയിട്ട് വായിക്കാം, ബാബ് മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ, അല്ലെങ്കിൽ ബാബുൻ മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ, അല്ലെങ്കിൽ ഒരു ദം മാത്രം കൊടുത്തുകൊണ്ട് വായിക്കാം. ഈ 3 രീതികളും ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ബാബുൻ മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതനി. എന്താണ് ബാബുൻ? അധ്യായം. മിനദ്ദീനി, ദീനിൽ പെട്ടതാകുന്നു. അൽ ഫിറാറു മിനൽ ഫിതനി, ഫിത്നകളിൽ നിന്ന്. ഫിത്ന എന്ന വാക്കുണ്ടല്ലോ, ഫിത്നത്ത്, അതിന്റെ ബഹുവചനമാണ് ഏത്? അൽ ഫിതൻ. സഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്, കിതാബുൽ ഫിതൻ. ഫിത്നത്തിന്റെ ബഹുവചനമാണ് ഫിതൻ. അപ്പം അഥവാ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത്, ഫിത്നകളിൽ നിന്ന് ഓടുന്നത്, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത് ദീനിൽ പെട്ടതാകുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ അർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണത്? ഇമാം ബുഖാരിയുടെ അധ്യായം എന്താണ്? അടിസ്ഥാനപരമായിട്ട് കിതാബുൽ ഈമാനാണ്. ഇവിടെ എന്താ പറയുന്നത്? മിനദ്ദീനി, ദീനിന്. അപ്പൊ എന്താണ്? എന്തുകൊണ്ട് മിനൽ ഈമാനി അൽ ഫിറാറു മിനൽ ഫിതൻ, ഈമാനിൽ പെട്ടതാകുന്നു ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടൽ. അതല്ലേ കിതാബുൽ ഈമാനുമായി കൂടുതൽ യോജിച്ചത് എന്ന ഇഷ്കാല് ചില പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് എന്റെ മറുപടി? ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ദീൻ എന്ന പദം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഹദീസിൽ, അതിന്റെ താഴെ വരുന്ന ഹദീസിൽ ദീൻ എന്ന പ്രയോഗം വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന പദം ഒഴിവാക്കി ഇവിടെ ഈ അധ്യായത്തിൽ മിനദ്ദീനി എന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല ദീന്, ഇസ്ലാം, ഈമാൻ എന്നീ പദങ്ങളൊക്കെ പര്യായങ്ങളാണ്. പൊതുവായി നമ്മൾ ഈമാൻ, ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം മതം, ഇസ്ലാം ദീൻ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് പറയുമ്പോൾ അർത്ഥം വേറെയാവും. ഇത് പണ്ഡിതന്മാർ നൽകിയൊരു ഖാഇദയാണ്, ഒരു നിയമമാണ്. ഇത് ഇജ്തമഅ ഇഫ്തറഖ, ഇത് ഇഫ്തറഖ ഇജ്തമഅ. ഇസ്ലാം, ഈമാൻ ഒരുമിച്ച് പറയപ്പെട്ടാൽ ഈമാനിന് ഒരർത്ഥം, ഇസ്ലാമിന് വേറൊരു അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കർമ്മങ്ങൾ, ഷഹാദത്ത് ചൊല്ലുക, നമസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, സക്കാത്ത് നൽകുക, ഹജ്ജ് അനുഷ്ഠിക്കുക. എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ, അൽ ഈമാനു ബില്ലാഹി വ മലായികതി വ കുതുബി വ റസൂലിഹി തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഒരുമിച്ച് പറയാതെ വെവ്വേറെ നമ്മൾ പറഞ്ഞു അൽ ഇസ്ലാം അല്ലെങ്കിൽ അൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകദേശം ഒന്നായി. അതേപോലെ തന്നെ അദ്ദീൻ,
അപ്പോൾ അതിൽ വൈരുദ്ധ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ് ഹദീസിന്റെ സനദ്? ഈ സനദ് കൊടുക്കാനുള്ള കാരണം, എങ്ങനെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നത്? റവ എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? റിപ്പോർട്ട് ചെയ്തു, അഥവാ ഇസ്നാദ് ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് പറഞ്ഞു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പറയുകയാണ്, ഖാല അൽ ഇമാമുൽ ബുഖാരി ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൻ മാലിക് അൻ അബ്ദുർറഹ്മാൻ ഇബ്നു അബ്ദില്ലാഹ് ابن عبد الرحمن ابن أبي صعصعة عن أبيه عن أبي سعيد الخدري أنه قال قال رسول الله صلى الله عليه وسلم يوشك أن يكون خير مال المسلم غنم يتبع بها شعف الجبال ومواقع القطر يفر بدينه من الفتن. ഇതാണ് ഹദീസ്. ഹദീസിന്റെ ആശയം പെട്ടെന്ന് പറയാണ്, എന്നിട്ട് ആദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം സനദ് എന്താണ് ഹദീസിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം. ഹദീസിന്റെ വിശദീകരണം മൊത്തമായി നമ്മൾ പറയുകയാണെങ്കിൽ, യൂഷിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിന് നല്ല സമ്പത്ത് ആകുവാൻ പോവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അടുത്ത് തന്നെ ആകാൻ പോകുന്നു എന്നാണ് യൂഷിക്കു എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമിന് നല്ല സമ്പത്ത് എന്തായിരിക്കും ഭാവിയിൽ, അവസാന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഫിത്നകൾ ധാരാളം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ. ഗനമുൻ യത്തബിഉ ബിഹാ ശഅഫൽ ജിബാൽ, അവന്റെ നല്ല സമ്പത്ത് എന്താണ്? ഗനമാകുന്നു, അഥവാ ആട്. യത്തബിഉ ബിഹാ ശഅഫൽ ജിബാൽ, ആ ആടുമായി അവൻ മലപ്പുറങ്ങളിലേക്ക്, മലകളുടെ മുകളിലേക്ക് പോയി ഫിത്നകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് വിദൂരമാകുന്നു. വമവാഖിഅൽ ഖത്രി, അതുപോലെ തന്നെ മഴയുള്ള സ്ഥലങ്ങൾ, അഥവാ മഴ പെയ്ത് വെള്ളമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവൻ പോകുന്നു. എന്തിന്? ഈ ആടുകൾക്ക്, അതുപോലെ തന്നെ സ്വന്തവും അതിൽ നിന്ന് കുടിക്കുവാൻ വേണ്ടി. എന്താണ് ഉദ്ദേശം? യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു, ഓടി രക്ഷപ്പെടുന്നു. ബിദീനിഹി, അവന്റെ ദീൻ കാരണം ഉദ്ദേശിച്ചാൽ അവന്റെ ദീന് സംരക്ഷിക്കുവാൻ വേണ്ടി അവൻ ഫിത്നകളിൽ നിന്ന് ഓടി മലകളിലേക്കും അതുപോലെ തന്നെ വിശാലമായ മരുഭൂമികളിലേക്കും ഒക്കെ പോയി അവൻ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം പറയുന്നതാണ്, എപ്പോഴാണ് ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ഇമാം ബുഖാരി പറയുന്നു, ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ. അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ എന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അതുപോലെ തന്നെ പല ഇമാമിങ്ങളുടെയും ഇമാമാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖഅനബി അൽ ബസ്രി, ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ് എന്നിവരുടെ ഉസ്താദാണ് ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ. ഇമാം മാലിക്കിന്റെ മുവത്തഇന്റെ ഒരു റാവിയാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത പല റിവായത്തുകളിലൂടെയാണ് നമുക്ക് എത്തിപ്പെട്ടത്. അതിൽ ഒരു അറിയപ്പെട്ട റിവായത്താണ് ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ലമയുടെ റിവായത്ത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖഅനബി. പിന്നെ ഈ ഖഅനബി എന്ന് പറയുമ്പോൾ അറബിയിൽ ഖഅനബി വായിക്കും, മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉച്ചാരണം വേറെ ആയിരിക്കും, എഴുത്ത് വേറെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾക്ക്, അഥവാ ഒന്നുകൂടി അറബി തന്നെ വായിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരുണ്ട്, പേജ് നമ്പറുണ്ട്, അത് നോക്കിയാൽ മാത്രം മതി. അൻ മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇവിടെ ഹദ്ദസന എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, അൻ എന്ന് പറഞ്ഞാൽ അതിനാണ് ഹദീസിന്റെ
നിദാന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അൻഅന എന്ന് പറയാം. എന്താണ് അൻഅനത്ത്? ഒരു ദുർബലനായ ഒരു റാവി, അല്ലെങ്കിൽ തദ്ലീസുള്ള റാവി. എന്താ തദ്ലീസ് പറഞ്ഞാൽ? ഒരു പക്ഷെ ഗുരു വഈഫായിരിക്കും, ഗുരുവിന്റെ പേര് മുഹമ്മദ് ബിൻ ഖാലിദ് എന്നായിരിക്കും. ഒരു ഉദാഹരണം പറയാണ്. അയാളെ കുനിയത്ത് എന്താണ്? കുനിയത്ത് അബൂ ഹാസിം. ഉദാഹരണത്തിന് മുഹമ്മദ് ബിൻ ഖാലിദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും, അയാൾ വഈഫാണ്. അതുകൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അൻ അബി ഖാലിദ് എന്ന് പറയും. ഇതിനാണ് പറയുക തദ്ലീസ്. അതായത് ഉള്ള കുറവ് മറച്ചു പിടിച്ചുകൊണ്ട് റിവായത്ത് ചെയ്യുക. ഇങ്ങനെ മുദല്ലിസായ ഒരു റാവി അൻ എന്ന് പറഞ്ഞാൽ ആ അൻഅനത്ത് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. മനസ്സിലായില്ലേ? എന്നാൽ സഹീഹുൽ ബുഖാരിയുള്ള അൻഅനത്ത് മുദല്ലിസീങ്ങളുടെ അൻഅനത്തല്ല. മനസ്സിലായില്ലേ? അൻഅനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്തലഹാണ്, ഒരു ടേമാണ്, ഒരു സാങ്കേതിക പദമാണ്. അൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് റിവായത്ത് ചെയ്യുക എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നാൽ മുദല്ലിസായ റാവി, അതായത് കുറവുകൾ മറച്ചു പിടിച്ചുകൊണ്ടുള്ള അങ്ങനെ ചെയ്യുന്ന റാവിയാണെങ്കിൽ അയാളുടെ അൻഅനത്ത് സ്വീകരിക്കുകയില്ല. എന്നാൽ ഇമാം ബുഖാരിയുടെ അൻഅനത്തുകൾ മഹ്മൂലത്തുൻ അലൽ ഇത്തിസാൽ. എന്താണ് കാരണം? അത് റാവികൾ മുദല്ലിസീങ്ങളല്ല. മനസ്സിലായില്ലേ? عن مالك أراني مالك ما مالك بن أنس ابن مالك الأصبحي إمام دار الهجرة. 4 മദ്ഹബുകളിലെ ഒരു ഇമാമാണ്. അദ്ദേഹം ഹിജ്റ 179 മരണപ്പെട്ടത്. عن عبد الرحمن بن عبد الله بن عبد الرحمن ابن أبي صعصع. നീണ്ട പേരാണ്. ഇദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യുന്നു. ഇദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത് കൃത്യമായി അറിയുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തഖ്രീബുൽ തഹദീബിൽ അബ്ബാസി ഖലീഫയായ അബൂ ജഅഫർ അൽ മൻസൂറിന്റെ ഭരണകാലത്താണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞത്. എല്ലാ റാവികളുടെയും താരീഖുൽ വഫ അല്ലെങ്കിൽ മരണ ഡേറ്റ് കൃത്യമായി അറിയണമെന്നില്ല. പക്ഷെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു ഏകദേശം അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ വിശ്വസ്തനാണ്, തന്റെ ഷെയ്ഖിൽ നിന്ന് ഹദീസ് നേരിട്ട് കേട്ട് പഠിച്ചു എന്നൊക്കെ സ്ഥിരപ്പെട്ടാൽ ഹദീസ് സ്വീകരിക്കും. അൻ അബീ സഈദ് അൽ ഖുദ്രി. പല സഹാബിമാരുടെയും പേര് പലപ്പോഴും അറിയപ്പെടാറില്ല, അവരുടെ കുനിയകളാണ് അറിയപ്പെടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ദർ അൽ ഗിഫാരി, അബൂ ദർദ, അവരിൽ പെട്ടതാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. പലരോടും അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചാൽ അറിയുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇൻഷാ അല്ലാഹ് അതുപോലെ ക്ലാസ്സുകളിലൂടെ അതുപോലെ പല സഹാബിമാരുടെയും പല താബിഈകളുടെയും പേരുകൾ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. എന്താണ്? സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അൽ ഖുദ്രി അൽ ഖസ്റജി. ഖസ്റജ് ഗോത്രക്കാരനായ അൻസാരിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബി വര്യനാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉഹദിന് ശേഷമുള്ള യുദ്ധങ്ങളൊക്കെ അദ്ദേഹം സാക്ഷിയായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അദ്ദേഹത്തിന്റെ പിതാവും സ്വഹാബിയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് എത്രാം വർഷത്തിലാണെന്ന് പല അഭിപ്രായങ്ങളുമുണ്ട്. അവയിൽപ്പെട്ട ഒരു അഭിപ്രായമാണ് 63 തഖ്രീബുൽ തഹദീബ് 232 പേജ് നോക്കിയാൽ മതി. عن أبي سعيد الخدري أنه قال അദ്ദേഹം പറഞ്ഞു قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم അരുളിയതായി ആര് റിപ്പോർട്ട് ചെയ്തു? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇവിടെ അൻ അബി എപ്പോഴാണ് അബു എന്ന് പറയുക, അബി എന്ന് പറയുക? ചില സാഹചര്യങ്ങളിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അൻ പോലെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അബി എന്നാവും. ഇനി അൻ ഇല്ലെങ്കിലോ? എന്നോട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ബറനി അബു എന്നാണ് വേണ്ടത്. മനസ്സിലായില്ലേ? എന്നാൽ അൻ അല്ലെങ്കിൽ ഫി പോലെയുള്ള ഹുറൂഫുൽ ജർ ഉണ്ട്. ഹുറൂഫുൽ ജർ ചില വാക്കുകളാണത്. ഫി, അൻ, ഇല, അല പോലെയുള്ള വാക്കുകൾ ഹുറൂഫുൽ ജർ വന്നു കഴിഞ്ഞാൽ അബു എന്ന പദം ഏതായി മാറി? അബിയായി മാറി.
ശരി, യൂഷിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിമി ഗനമുൻ. യൂഷിക്കു, ഇപ്പോൾ അടുത്ത് തന്നെ സംഭവിക്കും എന്ന ധ്വനിയാണ് ഈ വാക്കിൽ നമുക്ക് നൽകപ്പെടുന്നത്. യൂഷിക്കു, ഇപ്പോൾ അടുത്ത് തന്നെ സംഭവിച്ചേക്കാം. യൂഷിക്കു അൻ യൻസില ഫീകും ഇബ്നു മറിയം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസാണ്. ഇപ്പോൾ അടുത്ത് തന്നെ മറിയമിന്റെ സന്താനമായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങും പറഞ്ഞല്ലോ. എന്താ അർത്ഥം? ഉദ്ദേശം ഇനി ഖിയാമത്ത് നാൾ സംഭവിക്കാനും അതിന്റെ വലിയ വലിയ അടയാളങ്ങളൊക്കെ സംഭവിക്കാനും ഇനി ധാരാളം കാലമൊന്നുമില്ല. യൂഷിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിം. ഖൈറ മാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ നല്ല സമ്പത്ത് എന്തായിരിക്കും? ഗനമുൻ, ആടാകുന്നു. യത്തബിഉ ബിഹ എന്നും രണ്ട് ഉച്ചാരണ രീതിയുണ്ട്. ഒന്നുകിൽ യത്തബിഉ ബിഹ, ഷദ്ദ് കൊടുത്തിട്ട് വായിക്കുക, യത്ബഉ ബിഹ, രണ്ടും ഒരേ അർത്ഥമാണ്. എന്താണത്? ഒരു സംഗതിയെ തേടിപ്പിടിച്ച് അന്വേഷിച്ചുകൊണ്ട് പോവുക. അതാണ് ഇവിടെ യത്തബിഉ ബിഹ എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും അതിന് യതതബ്ബഉ എന്ന അർത്ഥവും കൊടുത്തിട്ടുണ്ട്. യതതബ്ബഅ, ഒരു കാര്യത്തെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നതിനാണ് തതബ്ബഅ എന്ന് പറയുക. യത്തബിഉ ബിഹ ശഅഫൽ ജിബാൽ, മലകളുടെ മുകൾ ഭാഗങ്ങൾ, അതിനാണ് ഷഅഫുൽ ജിബാൽ എന്ന് പറയുക. ഷഅഫ് എന്ന് പറയുന്നത് ഏതിന്റെ? ഷഅഫ് എന്ന് പറയുന്നത് ഷഅഫ എന്ന പദത്തിന്റെ ബഹുവചനം. ഷഅഫ്, ഷഅഫ. എന്താണ് ഉദ്ദേശം? മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയുടെ ശരിക്കുള്ള അർത്ഥം മലയുടെ മേലെന്നല്ലേ, അതായത് ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മലയുടെ മേലെ ഭാഗങ്ങൾ. എന്താണ് മേലെ ഭാഗം പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം? അതായത് അത്രക്കും ഫിത്നയിൽ നിന്ന് വിദൂരമായി എന്ന ആശയമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. വമവാഖിഅൽ ഖത്രി, അതുപോലെ തന്നെ ഖത്ർ എന്ന് പറഞ്ഞാൽ മഴ എന്നർത്ഥം. മഴ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ജലപ്രദേശങ്ങൾ, അതുപോലെ തന്നെ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി എങ്കിലേ അയാളുടെ ജീവിതം നിലനിൽക്കുകയുള്ളൂ. അയാൾക്കും അതിൽ നിന്ന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അയാളുടെ അടുക്കലുള്ള ആടുകൾക്കും ആ വെള്ളത്തിൽ നിന്ന് നൽകാം. യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, അവൻ ദീന് കാരണം, ഈ കാരണം എന്ന വാക്ക് എന്ന അർത്ഥം എവിടുന്ന കിട്ടിയത്? ഈ ബാഇൽ നിന്നാണ്. ശരി, ബാ എന്ന, അതായത് അറബി ഭാഷയിൽ ഒരു പക്ഷേ ഒരു അക്ഷരമായിരിക്കും, ആ അക്ഷരത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. ഇപ്പം കതബ്തു ബിൽ ഖലമി എന്ന് പറഞ്ഞാൽ ഞാൻ പേന കൊണ്ട് എഴുതിയെന്ന്, ഇവിടെ ബി എന്നാണ്. ഇവിടെ പേന കാരണം ഞാൻ എഴുതുന്നല്ല, പേന കൊണ്ട്. പണ്ഡിതന്മാരെ പറയുന്നു അൽ ബാഉ ഹുനാ ലിൽ ഇസ്തിആന, സഹായം തേടലിന്റെ ബാ ആണ് ഇവിടെ. അതായത് പേനയുടെ സഹായം തേടി, പേനയുടെ സഹായത്തോടെ ഞാൻ എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മലയാളത്തിൽ പറയാണ് എന്താ പറയാ? അള്ളാഹുവിന്റെ നാമത്താൽ. എന്താണ് ശരിക്കുള്ള അതിന്റെ ഭാഷാപരമായ സൂക്ഷ്മമായ അർത്ഥം? അള്ളാഹുവിന്റെ ഇസ്മിന്റെ സഹായത്താൽ, സഹായം തേടിക്കൊണ്ട്, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അർത്ഥം. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ സാധാരണ തഫ്സീറിൽ വായിക്കാറുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അർത്ഥം? സർവസ്തുതിയും സർവ രക്ഷിതാവായ
ലോകനാഥനായ അള്ളാഹുവിന് മാത്രം. ഇവിടെ സർവ സ്തുതി, അതായത് എല്ലാ സ്തുതിയും എവിടുന്ന് കിട്ടി? ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രം എവിടുന്ന് കിട്ടി? ഇതൊക്കെ അറബി ഭാഷാപരമായ നിയമങ്ങളും അർത്ഥങ്ങളും പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. പണ്ഡിതന്മാർ പറയുന്നു, അൽ എന്ന് വെച്ചാൽ അൽ തുഫീദു അൽ ഇസ്തിഗ്റാഖ്, എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണ് അൽ. അൽ ഹംദു എന്ന് വെച്ചാൽ ഒരു സ്തുതി എന്നല്ല. ബാഹ്യമായി നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അൽ ഹംദ് എന്ന് വെച്ചാൽ എല്ലാ സ്തുതിയും, സർവസ്തുതിയും. ലില്ലാഹി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാമു തുഫീദു അൽ ഇഖ്തിസാസ്, അതായത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യത്തിനാണ് ഇവിടെ ലാം ഉപയോഗിക്കുക. അപ്പൊ എന്തായി അർത്ഥം? മാത്രം എന്ന അർത്ഥമായി. പറഞ്ഞു വരുന്നത് ഇത്രയും സൂക്ഷ്മമായ ഒരു ഭാഷയാണ് അറബി ഭാഷ. ഇപ്പോൾ ഇവിടെ യഫിറു ബിദീനിഹി മിനൽ ഫിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രണ്ട് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇതിന്, ബാഇന്. ഒന്നെന്താണ്? ഒന്ന് ബിസബബിൽ ഫിതനി, അല്ലെങ്കിൽ ബിസബബി ദീനിഹി. ഫിതൻ അല്ല, ദീനിന്റെ കാരണം കൊണ്ട് അയാൾ വിദൂരമായി അല്ലെങ്കിൽ ഫിത്നയിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംരക്ഷണം കാരണം, ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അയാൾ ഫിത്നയിൽ നിന്ന് വിദൂരമായി. എന്നാൽ ബാഇന് വേറെ അർത്ഥമുണ്ട്, അൽ മഅയ്യ, ദീനിനെ കൊണ്ട്, ദീനോടൊപ്പം അയാൾ ഫിത്നയിൽ നിന്ന് വിദൂരമായി ഓടിപ്പോയി, രക്ഷപ്പെട്ടു. അപ്പോൾ കാരണം എന്നർത്ഥമുണ്ട്, ദീനിന് വേണ്ടി, ദീന് സംരക്ഷണത്തിന് വേണ്ടി എന്നർത്ഥമുണ്ട്. ദീനിനോടൊപ്പം, ദീനെ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ വിദൂരമായി എന്ന രണ്ടാമത്തെ മഅയ്യത്ത് എന്ന അർത്ഥവും ഇതിനുണ്ട്. ഇവിടെ ഒരു ഇഷ്കാലുള്ളത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് എന്താണ് അധ്യായം കൊടുത്തത്? മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ, ദീനിൽപ്പെട്ടതാകുന്നു ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന്. യഥാർത്ഥത്തിൽ ഹദീസിൽ ഇങ്ങനെ ദീനിൽപ്പെട്ടതാകുന്നു ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് എന്ന ആശയം നമുക്ക് കിട്ടുമോ? എന്താണ് ഹദീസിൽ വന്നത്? ഹദീസിൽ വന്നത് ഒരു മുസ്ലിം ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് നല്ലൊരു കാര്യമാണ്. അഥവാ ഫിത്ന സംഭവിച്ചാൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? വിദൂരമായ ഫിത്നയിൽ നിന്ന് ഒഴിവായി ദൂരത്തേക്ക് പോകുക, അത് മലപ്പുറങ്ങളിലേക്കാണെങ്കിൽ പോലും. എന്നാൽ ഈ ഇഷ്കാലിന് പണ്ഡിതന്മാരെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണത്? അതായത് അവന്റെ ദീൻ കാരണമാണ് അവൻ ഈ നിലപാട് സ്വീകരിച്ചത്. നമുക്കറിയാം, ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹം സഹീഹുൽ ബുഖാരി വിശദീകരിക്കാൻ തുടങ്ങി, കിതാബുൽ ഈമാൻ വിശദീകരിച്ചു, പൂർത്തിയാക്കില്ല. പക്ഷെ അദ്ദേഹം വിശദീകരിച്ച ഭാഗം അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായി വിശദീകരിച്ച ഗ്രന്ഥം ഏതാണ്? ഇമാം മുസ്ലിമിന്റെ സഹീഹ്. ഇമാം നവവി പറയുന്നു ബുഖാരിയുടെ ഷർഹിൽ, ഫിൽ ഇസ്തിദ്ലാൽ ബിഹാദൽ ഹദീസ് ലിതർജമതി നദറുൻ, ഇമാം ബുഖാരി കൊടുത്ത ആ ഹെഡിങ് ഉണ്ടല്ലോ, അതും ഹദീസുമായി നമ്മൾ ഒപ്പിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്കാലുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം കൊടുത്ത മറുപടി? വഇന്നമാ ഹുവ സിയാനത്തുൽ ലിദ്ദീൻ, അയാൾ ഈ മലകളിലേക്കും അതുപോലെ തന്നെ വിദൂരമായ പ്രദേശങ്ങളിലേക്കുമെല്ലാം ഫിത്ന ഭയന്നുകൊണ്ട് അയാൾ പോകാനുള്ള കാരണം എന്താണ്? ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ദീൻ സംരക്ഷണത്തിന് വേണ്ടി അയാൾ ചെയ്ത കാര്യം, ആ കാര്യം ദീനിൽ പെട്ടതാകുന്നു. അതുകൊണ്ട് ഈ നിലക്ക് വൈരുദ്ധ്യമില്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞതായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയാണ്
എൻ്റെ കൈവശമുള്ളത്, ഫത്ഹുൽ ബാരി ഷർഹു സഹീഹുൽ ബുഖാരി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് നമ്മുടെ പഠനം. ഇതേ പേരുള്ള ഒരു ഗ്രന്ഥം വേറെ ഇബ്നു ഹജറിന് മുമ്പ് ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഇബ്നു റജബ് അൽ ഹംബലി. നമുക്ക് ഒരു 2-3 ഷർഹുകൾ, അതായത് പിന്നെ സഹീഹുൽ ബുഖാരിയിൽ എഴുതപ്പെട്ട ചില ഷർഹുകളുടെ പേര് എഴുതുകയാണ്. കാരണം ഗ്രന്ഥങ്ങളുടെ പേര് പിന്നീട് പറയുമ്പോൾ അവയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ. ഒന്ന് ഫത്ഹുൽ ബാരി, ആരാണ് അതിന്റെ രചയിതാവ്? ഇബ്നു റജബ് അൽ ഹംബലി. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരി വീണ്ടും ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അതുപോലെ തന്നെ ഇർഷാദുസ് സാരി, ഇമാം ഖസ്സലാനി എഴുതിയ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഉംദത്തുൽ ഖാരി, ഇമാം ബദ്രുദ്ദീൻ അൽ ഐനി. ഇമാം ഐനി എഴുതിയ ഗ്രന്ഥമാണ് ഉംദത്തുൽ ഖാരി. ഇതൊക്കെ അച്ചടിക്കപ്പെട്ട ചില ഷർഹുകൾ മാത്രമാണ്, ധാരാളം ഷർഹുകളുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 795-ലാണ്. അദ്ദേഹം ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ പ്രമുഖ ശിഷ്യനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം ഹിജ്റ 852-ലാണ് മരണപ്പെട്ടത്. ഇമാം ഷിഹാബുദ്ദീൻ അൽ ഖസ്തലാനി ഇർഷാദ് സാരി എഴുതിയത് ഹിജ്റ 923-ലാണ് മരണപ്പെട്ടത്. ഇമാം ബദ്രുദ്ദീൻ അൽ ഐനി ഇബ്നു ഹജറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഹനഫി മദ്ഹബുകാരനാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 855. അങ്ങനെ ധാരാളം ഷർഹകളുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. 100-ൽ പരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവയിൽ പല ഗ്രന്ഥങ്ങളും അച്ചടിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രസക്തമായ ഷർഹ് ഏതാണ്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതിയതാണ്. ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം 2 അവസ്ഥകളുണ്ട്. അതായത് ദീനീപരമായ മതപരമായ ഫിത്ന സംഭവിച്ചു. ഒരു വ്യക്തിക്ക് ആ ഫിത്നകളുമായി ഇടപെട്ടുകൊണ്ട് അയാൾക്ക് അതിലൊരു മാറ്റം വരുത്തുവാനും ആ കുഴപ്പങ്ങൾ നീക്കം ചെയ്യുവാനുമുള്ള കഴിവും കരുത്തുമുണ്ട് എങ്കിൽ അങ്ങനെയാണ് അയാൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അതായത് നിർബന്ധമായും അയാൾ ആ ഫിത്നകളിൽ അകപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകി നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ചുകൊണ്ട് ആ ഫിത്ന ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തെ അവസ്ഥ, ഫിത്ന തൻ്റെ ദീനിനെ ബാധിക്കുമോ, തനിക്ക് ഫിത്ന നീക്കം ചെയ്യുവാനുള്ള കഴിവും കരുത്തുമില്ല, അറിവുമില്ല. ആ ഫിത്നയുമായി ബന്ധപ്പെട്ടാൽ തൻ്റെ ദീനിന് കോട്ടം തട്ടും എന്ന ഭയവും ശരിയായ ബോധവും ഉണ്ട് എങ്കിൽ അയാൾ നിർബന്ധമായും ചെയ്യേണ്ടത് ആ ഫിത്നയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് അയാൾ എന്താണ് ഭയക്കുകയാണ്? ആ ഫിത്ന അയാളെ ദീനെ ബാധിക്കും. അങ്ങനെ ദീൻ സംരക്ഷണത്തിന് വേണ്ടി അയാൾ ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇത് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നു, അവസാന കാലഘട്ടങ്ങളിൽ എന്താണ് ദീനിന്റെ വിഷയങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, ചിഹ്നങ്ങളൊക്കെ നഷ്ടപ്പെടുന്നൊരു കാലഘട്ടം വരും.
ആ കാലഘട്ടത്തിൽ ആ ഫിത്നയുടെ ഒഴുക്കിൽ പെടാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അപ്പോൾ അയാളുടെ ഏറ്റവും നല്ല സമ്പത്ത് എന്തായിരിക്കും ആ കാലഘട്ടത്തിൽ? ഗനമുൻ യത്ബഉ ബിഹാ ശഅഫൽ ജിബാൽ, മലകളിലേക്ക് മലപ്പുറങ്ങളിലേക്ക് അയാൾ ആ ഗനമുമായി ആ കൂട്ടവുമായി പോയി ദീനെ സംരക്ഷിക്കുവാൻ വേണ്ടി രക്ഷപ്പെടുന്ന ആ മുസ്ലിമിനെ സനാ ചെയ്തുകൊണ്ടുള്ള ഒരു ഹദീസാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇത് കിതാബുൽ ഈമാനിലെ ഒരു അധ്യായത്തിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ നമ്മുടെ ഈ സഹീഹുൽ ബുഖാരിയുടെ പഠനത്തിലൂടെ പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഹദീസിന്റെ ആശയം പഠിക്കുക, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുമെന്ന് നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. മുൻകാലങ്ങളിൽ ജീവിച്ച സലഫുസ് സാലിഹീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുവാൻ പരിശീലിപ്പിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നല്ല ധാരാളം പല ഉദ്ദേശങ്ങളും നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ നമുക്കെല്ലാവർക്കും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ദീൻ വിഷയങ്ങൾ കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.